ഹായ് മച്ചാമറെ, നമ്മുടെ കുറേ പേര് ചോദിക്കാറുണ്ട് ചെറിയ ബഡ്ജറ്റിൽ വിത്ത് NOCയിൽ നല്ല ഹൈ ക്വാളിറ്റി ഫോർച്യൂണർ 4x4 വല്ലതും കൊടുക്കാനുണ്ടെന്ന്. ഇത് പുതിയ സ്റ്റോക്കറിന് കയറിയുണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടിയാട്ടോ, 4x4 വരുന്നത്. 4x4 മാനുവൽ 2013 വണ്ടിയാണ്, 7ാം മാസം വണ്ടിയാണ്. വണ്ടിയിൽ മേലുള്ള തട്ടമുട്ട ആക്സിഡൻറ്റ് അങ്ങനെ ഒന്നുമില്ല. ഇതും ഡയറക്റ്റ് പാർട്ടി കണ്ട് വാങ്ങിച്ച വണ്ടി കേട്ടോ. ഇത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന മിക്ക വണ്ടികളും ഡയറക്റ്റ് പാർട്ടി കണ്ട് വാങ്ങിക്കുന്നത്. വണ്ടി ഇപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിൽക്കുന്നത്. കിലോമീറ്റർ ഓടിക്കുന്നത് 1,93,000 കിലോമീറ്റർ. ഈ വണ്ടിയുടെ എഞ്ചിനും ഗിയർ ബോക്സൊക്കെ ഇപ്പോഴും പക്കാ ക്വാളിറ്റി കേട്ടോ. കാരണം ഒരു 2,800 കിലോമീറ്റർ അടുത്ത് ഓടി വന്ന വണ്ടി ഇത് ഹരിയാനയെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണല്ലോ വണ്ടി അത്യാവശ്യം നല്ല ദൂരം ഓടിച്ചിട്ടുണ്ട്. അതുപോലെ വണ്ടിയിൽ കാര്യമായിട്ട് റീപെയിൻ്റൊന്നും കയറിയില്ല. നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ബമ്പർ, അതുപോലെ ഫെൻഡറിൻ്റെ സൈഡ് ഈ ഭാഗം, അതുപോലെ ബാക്കിൽ ബമ്പറൊക്കെ ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ട് റീപെയിൻ്റ് വണ്ടി കയറിയിട്ടില്ല. ടയറൊക്കെ ആണെങ്കിലും 70% മുകളിലുണ്ട്. എല്ലാം ബ്രാൻഡ് ടയേഴ്സ് കേട്ടോ. നമ്മുടെ എല്ലാ വണ്ടികളും വാങ്ങിക്കുന്നത് പുറത്തുള്ള കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത ഫോർച്യൂണർ ആണെങ്കിലും പജറോ ആണെങ്കിലും അതിന് മുമ്പ് ചെയ്ത വണ്ടികളാണെങ്കിലും എല്ലാം പുറത്തുള്ളവർ വാങ്ങിച്ചേക്കുന്നത്. നമ്മളതുകൊണ്ട് വണ്ടിയിൽ മാക്സിമം പണിയെല്ലാം നിർത്തി വെക്കും. കാരണം വരുന്നതൊക്കെ ഇനി എടുത്ത് പണിയാൻ നിൽക്കരുത്. ഇപ്പോൾ ഈ വണ്ടിക്കാണെങ്കിൽ പോലും നമ്മൾ ഫുൾ സർവീസ് ചെയ്ത വണ്ടിയുടെ, അതുപോലെ അണ്ടർ ബോഡി കോട്ടിങ് നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് നോക്കുന്നതിന് തുരുമ്പാട്ടോ. റെസ്റ്റ് ഫുൾ ചെക്ക് ചെയ്യും. ഇല്ലാത്ത വണ്ടി നമ്മൾ വാങ്ങിക്കാറുള്ളൂ. എങ്കിൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഫുൾ അണ്ടർ ബോഡി ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അണ്ടർ ബോഡി കോട്ടിങ് കഴിഞ്ഞതാണ്. അതുപോലെ ഫുൾ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. AC സർവീസ് ചെയ്ത വണ്ടിയാണ്. ഇനി എടുക്കുന്ന ആൾക്ക് വരിക, എടുക്കുക, ഓടിക്കാനേ ഉള്ളൂ. ഇനി ഞാൻ വണ്ടി ഫുള്ളായിട്ട് കാണിച്ചു തരാം. ബമ്പറൊക്കെ നമ്മൾ ടച്ച് പോളിഷൊക്കെ ചെയ്ത് കേട്ടോ. ബോഡിയൊന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബോഡിയൊക്കെ പക്ക ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. അതുപോലെ സൈഡൊക്കെ നോക്കിയോ, ചെറിയ പവറിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്താൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് വന്നേക്കുന്നത്. ബാക്ക് സൈഡാണെങ്കിലും നോക്കിയോ, നീറ്റാട്ടോ. വേറെ ഒന്നും ചെയ്യില്ല, എടുക്കുക ഓടിക്കാന്നേ ഉള്ളൂ. സൈഡൊക്കെ വന്നേക്കുന്നത്. ടയറൊക്കെ എല്ലാം ബ്രാൻഡ് ടയറാണ്. അതുപോലെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, ഗ്ലാസ് മാറിയേക്കുന്ന കേട്ടോ. ബാക്കി എല്ലാ ഗ്ലാസ് ഒറിജിനൽ വന്നേക്കുന്നത്. ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. ഇൻറ്റീരിയറൊക്കെ നോക്കി പക്ക നീറ്റാട്ടോ. ആ സ്റ്റിയറിങ്ങിൻ്റെയൊക്കെ കൺട്രോളും കാര്യങ്ങളൊക്കെ നോക്കി അറിയാം വളരെ ക്വാളിറ്റി എന്തോരം ഉണ്ടെന്ന്. സീറ്റൊക്കെ ലെതർ സീറ്റാട്ടോ, അതൊന്നും പോയിട്ടില്ല. അതുപോലെ ഡാഷ് നോക്കിയോ, ഇത് ഇൻറ്റീരിയറൊക്കെ വന്നേക്കുന്നത്. അതുപോലെ ഇലക്ട്രിക്കൽ ഫുൾ വർക്കിംഗ് കേട്ടോ. സൈഡ് മാത്രം വർക്കിംഗ്. അതുപോലെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടോ. AC ഒക്കെ നല്ല കൂളിംഗ് കേട്ടോ. നല്ല കൂളിംഗ് ഉണ്ട്. നല്ല സ്റ്റീരിയോ വേറെ ചെയ്തേക്കുന്ന ആൻഡ്രോയിഡിൻ്റെ കണ്ടോ. റിവേഴ്സ് ക്യാമറയൊക്കെ വരുന്നുണ്ട്. 4 വീലൊക്കെ വർക്കിംഗ് കേട്ടോ. എല്ലാം സെറ്റാണ്. അതുപോലെ പേസ്റ്റിയൊക്കെ നോക്കിയോ. ഡോർ പേസ്റ്റിക്കൊന്നും പൊടിച്ചിട്ടില്ല കണ്ടോ. പേസ്റ്റിക്കൊന്നും പൊടിച്ചിട്ടില്ല. ഗ്ലാസ്സൊന്നും മാറിയിട്ടില്ല. എല്ലാം ഒറിജിനൽ ഗ്ലാസ്സാണ്. അതുപോലെ പേസ്റ്റിക്കൊന്നും പൊടിച്ചിട്ടില്ല. ഇൻറ്റീരിയറിലേക്ക് പോയാലും സീറ്റ് കവറൊക്കെ ഉണ്ടോ, നീറ്റാട്ടോ. ഇതൊക്കെ ആ സമയത്ത് വരുന്ന സീറ്റ് കവർ കേട്ടോ. അന്ന് ചെയ്തേക്കുന്ന. പിന്നെ അതൊന്നും മാറിയിട്ടില്ല. ലെതറിൻ്റെ സീറ്റ് തന്നെയാണ്. ബാക്ക് സീറ്റ് നോക്കിയോ, ഒക്കെ ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പുറമെയാണ് ടച്ചും പോളിഷൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇൻറ്റീരിയർ വന്ന ക്വാളിറ്റി തന്നെയാണ്. എന്നിട്ട് നീറ്റാ നോക്കി. റൂഫ് നോക്കിയോ. അപ്പോൾ ഇതൊക്കെയാണ് അകത്തെ കാഴ്ചകൾ. ഇനി നിങ്ങൾക്ക് ജാക്കി കൊണ്ട് ടൂൾസും ഉണ്ട്, ഒന്നും മിസ്സായിട്ടില്ല. ഇതൊന്നും ഇതൊരെടുത്ത് ഉപയോഗിച്ചാലാന്ന് തോന്നുന്നു. ഒന്നും വണ്ടിക്കാതെ മിസ്സായിട്ടില്ല. ഡിക്കി ആണല്ലോ നോക്കിയോ. പേസ്റ്റിംഗ് ഒന്നും പൊടിച്ചിട്ടില്ല. ഈ ഡോറിൻ്റെയും ഗ്ലാസ്സൊന്നും മാറിയിട്ടില്ല. അതുപോലെ പേസ്റ്റിംഗ് ഒന്നും പൊടിച്ചിട്ടില്ല. അതുപോലെ ഈ ഡോർ നോക്കിയോ, പേസ്റ്റിംഗ് ഒന്നും പൊടിച്ചിട്ടില്ല കേട്ടോ. ഒരു ഡോറിൻ്റെയും പേസ്റ്റിംഗ് അങ്ങനെയൊന്നും പൊടിച്ചിട്ടില്ല. എഞ്ചിൻ റൂമിലേക്ക് വന്നാലും തട്ടമുട്ട ആക്സിഡൻറ്റ് അങ്ങനെയൊന്നുമില്ല. അപ്രോൺ സൈഡൊക്കെ നോക്കിയാൽ പൊടിച്ചിട്ടൊന്നുമില്ല. ഈ ഭാഗത്തും അതെ. അതുപോലെ ഫ്രണ്ടൊക്കെ ആണെങ്കിലും മാറിയിട്ടൊന്നുമില്ല. എല്ലാം ഒറിജിനൽ തന്നെയാണ്. ബോണ്ടാണെങ്കിലും ടൊയോട്ട ഒറിജിനൽ വന്നേക്കുന്നത്. അതിൻ്റെ പേസ്റ്റിയൊക്കെ നോക്കിയോ, പൊടിച്ചിട്ടൊന്നുമില്ല. എഞ്ചിൻ റൂം മൊത്തം വാഷ് ചെയ്തേക്കുന്നത്. അത് ഇത്രയും വൃത്തിയായിട്ടിരിക്കുന്നത്. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാവോ, റേസ് ചെയ്യാവോ, റേസ് ചെയ്യാവോ ഒന്നുകൂടെ. ഓക്കെ ഓക്കെ ഓക്കെ. എഞ്ചിൻ ഭാഗം പക്ക കേട്ടോ. ഓഫാക്കിയോ. ഇനിയാണ് ലാസ്റ്റ് കാര്യം, വണ്ടി വില. 2013 മോഡൽ 7ാം മാസം 4x4 മാനുവൽ സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. NOCയിൽ 10,75,000 കൊടുക്കാം. ഇനി നമ്പറാക്കുകയാണെങ്കിൽ 12,65,000 കൊടുക്കാം. റേറ്റ് നെഗോഷ്യബിൾ ആട്ടോ. അതുപോലെ സിവിൽ സ്കോറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 7 ലക്ഷം രൂപ വണ്ടിക്ക് ലോൺ കിട്ടും. നമ്മുടെ ലൊക്കേഷൻ തൊടുപുഴ കേട്ടോ, ഇടുക്കി തൊടുപുഴ. അപ്പോൾ നമ്പർ താഴെ കൊടുത്തേക്കാം. വിളിക്കുക, വരിക, വണ്ടി കാണാം, ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാം. അപ്പോൾ ഓക്കെ.